ഹലോ മോളെ. ഹലോ അച്ഛാ, ഇന്ന് പകലൊന്നും വിളിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു ഇവിടെ. പ്രശ്നോ? എന്തു പറ്റി? ഐശ്വര്യ ഇപ്പോ അർജുന്റെ ഭാര്യ. നിന്റെ വാശിയും ദേഷ്യവും കാരണം അത് അങ്ങനെ അല്ലാതാവില്ല. ഇവിടെയും വിളിച്ച് അകത്തേക്ക് പോ. ചേച്ചി എന്നുള്ള ആ പഴയ വിളി അറിയാതെ പോലും നിന്റെ നാവിൽ നിന്നും വരരുത്. മാഡം, അങ്ങനെ വേണം ഇനി മുതൽ നീ വിളിച്ചു ശീലിക്കാൻ. ഇവിടുന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോവാന്ന് കരുതിയ അത് ചന്ദ്രാമ്മയും മഹിയും ഒന്നും സമ്മതിക്കുന്നുമില്ല. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അച്ഛാ. തൽക്കാലം എങ്ങോട്ട് മാറുന്നതിനെ പറ്റി മോൾ ആലോചിക്കണ്ട. തുമ്പിയും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവും വേണ്ടെന്ന് അവള് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു ബന്ധവും നിങ്ങൾക്ക് അങ്ങോട്ടും വേണ്ട. ആ അത്യാർത്ഥിക്കാർക്ക് വരേണ്ടത് വരട്ടെ എന്ന് നിങ്ങളും ചിന്തിച്ചാൽ മതി. അവളുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പോണ്ടെന്ന് അച്ഛൻ മുമ്പ് നിന്നോട് പറഞ്ഞതല്ലേ? അങ്ങനെ തന്നെ ഇനിയും ജീവിച്ചാൽ മതി. ആ ഒരു കണക്കിന് അത് തന്നെയാ നല്ലതും. അവള് വരുത്തി വെക്കുന്നതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയണ്ടല്ലോ. സ്വന്തവും ബന്ധവും എല്ലാം കളഞ്ഞ് അനാഥയായി ജീവിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടമെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ മോളെ, ഞാൻ നാട്ടിൽ വിളിച്ചിരുന്നു. മണിമാല തിരികെ അമ്പലത്തിലേക്ക് വെക്കാൻ കഴിയുമെന്നാ തോന്നുന്നത്. എല്ലാം ഉറപ്പായ ഞാൻ മോളെ വിളിച്ചു പറയാം. ശരി അച്ഛാ. എന്താണൊരു ഫോൺ വിളി?